ഫുഡിൻ്റെ കാര്യത്തിൽ ഈ പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളുടെയൊക്കെ ഒരു ഒറിജിനൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഫുഡ് അന്വേഷിച്ച് നടക്കൽ, ഫുഡ് മറ്റേ ഗ്രോ ചെയ്യുക, ഹാർവെസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഡർ കൊടുത്താൽ അപ്പം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് ആ ഫുഡിൻ്റെ നേച്ചർ തന്നെ അങ്ങ് മാറുകയാണ്. കൂടാതെ അതിൻ്റെ കണ്ടന്റ് തന്നെ ടോട്ടലി മാറിപ്പോവുകയാണ് എന്നുള്ളത് അല്ലേ? അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും ഒരു തിരിച്ചു വരവ് പോലത്തത് എങ്ങനെയാണ് സാധിക്കുക? എങ്ങനെയാണ് ആൾക്കാർക്ക് അവർ എന്തെങ്കിലും കഴിക്കുമ്പോൾ അവർ മാത്രമല്ല കഴിക്കുന്ന, അവരുടെ ഗട്ടിലുള്ള ഇങ്ങനെ കോടികളായിട്ടുള്ള വേറെ നമ്മളുടെ കൂടെയുള്ള ജീവികളും ഉണ്ട്. അവർക്ക് വേണ്ടതും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കി കഴിക്കേണ്ടതെന്ന് എങ്ങനെയാണ് സാധിക്കുക? നമ്മൾ ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ രുചിയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സ്വീറ്റ്സ് ഇപ്പം അതിങ്ങനത്തെ കാര്യങ്ങൾക്കാണല്ലോ ഇമ്പോർട്ടൻസ് വരുന്നത്. എങ്ങനെയാണ് ഒരു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൂട്ടാമെന്ന്, എങ്ങനെയാണ് അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാമെന്ന് ആരും ചിന്തിക്കുന്നില്ല. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ ഫുഡിൽ അവരുടെ ഇൻട്രസ്റ്റ് വേറെയാണ്. അപ്പം കാരണം ടേസ്റ്റ് ഇല്ലാതെ എത്ര ന്യൂട്രീഷ്യസ് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആരും വാങ്ങാനുണ്ടാവില്ല. അപ്പം അത് ബിസിനസ്സുകാരുടെ പ്രോബ്ലം അല്ല. ആൾക്കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റി ആയിരിക്കണം, അത് അഡിക്റ്റീവ് ആകണം. അതായത് ഒന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നണം, അത് കഴിച്ച സമയത്ത് വീണ്ടും അത് കഴിക്കണമെന്ന് തോന്നണം. ആ രീതിയിൽ ഉള്ള ഒരു രീതിയിലായിട്ട് മാത്രമേ ഒരു ഫുഡ് ഇൻഡസ്ട്രിക്ക് പോകാൻ പറ്റൂ. അപ്പം ഫുഡ് ഇൻഡസ്ട്രിയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് അത് അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സാധനം ഉണ്ടാക്കി വെച്ച് പിന്നെ കേടാവാതിരിക്കണം. കേടാതെ ഒരു 1-2 ഇയേഴ്സ് എങ്കിലും ഷെൽഫ് ലൈഫ് കിട്ടിയ, അറ്റ്ലീസ്റ്റ് മിനിമം 1 ഇയർ ഷെൽഫ് ലൈഫാണ് ഇപ്പോൾ ഈ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ടൊക്കെ ഉള്ളത് വരുന്നതിനാണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ ജനറലി ഫുഡ് സപ്ലിമെൻറ്റ്സിന് എല്ലാം വെരി ലോങ്, ഈവൻ പ്രോട്ടീൻ പൗഡർ ഇതൊക്കെ 1 or 2 ഇയേഴ്സ് എക്സ്പയറി ഉള്ളതുപോലെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മൾ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അത് പൗഡർ ഫോമിലാണ്. കാരണം അതെല്ലാവർക്കും എങ്ങോട്ട് വേണേലും ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിലും ഒക്കെ കഴിക്കാൻ പറ്റണം, പ്രീ കുക്ക്ഡ് ആകണം, എന്നാലല്ലേ നമുക്ക് ജസ്റ്റ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റണം. പക്ഷേ അതേ സമയത്ത് അതിനകത്ത് കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.